ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന വളരെ രുചികരമായിട്ടുള്ള സാലഡ് ചല്ലാസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചല്ലാസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സവാള തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളമാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് സവാള എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് തിന്നായിട്ട് നല്ല നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. കത്തി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും വട്ടത്തിൽ അരിയുന്നതിനേക്കാളും നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇച്ചിരി തിന്നായിട്ട് അരിഞ്ഞെടുക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബീട്രൂട്ട് കൂടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു മീഡിയം സൈസിലുള്ള അളവിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അതും നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൂടി നമ്മുടെ ഈ സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ സവാളയിൽ നല്ല ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ ആ കുത്തലുള്ള ആ ഫ്ലേവർ നമുക്കിതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഇത്രയും കളറും നമുക്ക് ആവശ്യമില്ല. ആ ബീട്രൂട്ടിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താലും മതിയാവും. എങ്കിൽ പിന്നെ പതുക്കെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത്രയും മാത്രമേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സവാളയുടെയും ബീട്രൂട്ടിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ആ കുത്തലുള്ള ആ ഒരു ഫ്ലേവർ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റാം. വെള്ളമെല്ലാം മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുക്കുംബർ കൂടിയാണ്. അപ്പോൾ കുക്കുംബർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരല്പം കുക്കുംബറും കൂടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഒരുപാട് വേണ്ട, ഒരുപാടായാലും നല്ല എരിവ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ധാരാളമാണ്. നമുക്ക് പിന്നീട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകായി കഴിഞ്ഞു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ കുറച്ച് വിനീഗറും കൂടിയാണ്. അപ്പോൾ ഈ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങാ നീരും ചേർക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വിനീഗറിൻ്റെ പുളിപ്പും അതുപോലെ തന്നെ സവാളയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടി പോകണ്ട, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും ഫ്ലേവറും ഇതിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ചല്ലാസ് നല്ല സൂപ്പർ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും നല്ല പൊരിച്ച ചിക്കൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ സവാള എന്തിൻ്റെ കൂടെയൊക്കെ വെക്കുമോ അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇതുവരെയും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സലാഡിൽ ഒന്നായിരിക്കും ഉറപ്പായിട്ടും ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.